புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது. എന്താ പറ്റിയെന്ന് വെച്ചാൽ എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ച് പേര് സെൽഫി എടുക്കാൻ വന്നു. സെൽഫി എടുക്കാൻ വന്നവർ ആ സെക്യൂരിറ്റിയുടെ വലിയ കമ്പ്യൂട്ടർ ലാപ്ടോപ്പൊക്കെ വെക്കുന്ന ട്രേ, അവർ ഇത്ര ട്രേ എൻ്റെ കാലിൻ്റെ പുറകെ കൊണ്ട് വെച്ചിട്ട് പോയി. ഞാനത് ശ്രദ്ധിച്ചുമില്ല, അവരെന്നോടത്ത് പറഞ്ഞുമില്ല. അത് ആ ട്രേ എപ്പോഴും ടേബിളിൽ ഇരിക്കേണ്ടതാണ്, നോബഡി കീപ്സ് ഇറ്റ് ഓൺ ദ ഫ്ലോർ. സോ ഐ നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ്. ഞാൻ അത് ഫോട്ടോ എടുത്ത് അവർ പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ തിരിഞ്ഞ് ഒരു കാല് വെച്ചപ്പോഴേക്കും അതിലെൻ്റെ കാല് ഇടിച്ചിട്ട് എൻ്റെ ബാലൻസ് പോയി, ഞാൻ വീണപ്പോൾ ഡിസ്ലൊക്കേറ്റ് ആയി. This is the wonderful Onam celebration which is happening right now here at Alfredan Exchange. Onam is a season of togetherness, tradition and joy, and today becomes even more memorable. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ആ ഒരു ഒത്തൊരുമയ്ക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സന്തോഷം തന്നെയാണല്ലോ. ആ ഒരു കൂട്ടായ്മയ്ക്ക് എന്നും ഒരുപാട് സന്തോഷം അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നല്ല ഓണം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഓണപ്പാട്ടുകൾ ഇപ്പോൾ വളരെ വളരെ അപൂർവമാണ് മലയാളത്തിൽ. അതുകൊണ്ടാണ് അങ്ങനെ പക്ഷേ ഇപ്പോൾ CD ഒന്നും അങ്ങനെ ആരും മേടിക്കുന്നില്ലല്ലോ. അങ്ങനെ ആ ഒരു CD ഓണപ്പാട്ടുകളുടെ ഒരു എന്താ ഒരു 10 പാട്ട് ഓണം അങ്ങനെ ആ ഒരു കാലം കഴിഞ്ഞു. ഇപ്പം എല്ലാം സിംഗിൾസ് ആണല്ലോ, എല്ലാവർക്കും ഒരു പാട്ട് അതൊരു വിത്ത് വീഡിയോ വരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓണപ്പാട്ടുകളുടെ ഒരു പോകുന്ന രീതി അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് ഒരു പാട്ടിൽ ഒതുങ്ങിയത്. എന്നാലും ഓണം എന്ന് പറയുമ്പോൾ കുറേ പേര് ഓണപ്പാട്ടുകൾ ഇറക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ ആ ഒരു തരംഗിണി സ്റ്റുഡിയോയുടെ ഒരു ആദ്യത്തെ ഒരു ഓണപ്പാട്ടുകൾ അതൊരു നമ്മളെല്ലാവരും കാത്തിരുന്ന ദാസേട്ടൻ്റെ ഓണപ്പാട്ടുകളുടെ ആൽബത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊരിക്കലും മറക്കൂല. ആ പാട്ടുകൾ അന്ന് മാമാങ്കം പലകുറി കൊണ്ടാടും, അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത പാട്ടുകൾ. അതൊക്കെ ഓണം ഉള്ളിടത്തോളം കാലം ആ പാട്ടുകൾ നിൽക്കും എന്നുള്ളതാണ്. കുറച്ച് സമയമാണ് അപ്പോഴും തന്നെ ഒരുപാട് നാഷണൽസിനെ കണ്ടു. ഈ ഓണം വല്ലാത്തൊരു ഹാർമണി എല്ലാ വിഭാഗക്കാരും തമ്മിൽ എല്ലാ രാജ്യക്കാരും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കേരളീയ എന്ന ഒരു മലയാളി എന്ന തരത്തിൽ ഒരു പ്രൗഡ് ആയിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും അത് ഞാൻ പറഞ്ഞില്ലേ, വന്നപ്പോൾ തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ളൊരാൾ തന്നെ മുണ്ടൊക്കെ കൊടുത്ത് അപ്പം അവരൊക്കെ നമ്മുടെ ഒരു കൾച്ചറിലേക്ക് അവർ ട്രൈ ചെയ്യുന്നു എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും മലയാളികൾക്ക് എന്നെന്ന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവരുടെ ഈ കമ്പനി അതിനെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഇത്രയും പേര് ഒരു ഓണാഘോഷം എന്ന് പറഞ്ഞ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും വലിയ വിപുലമായ പരിപാടികൾ ഓർഗനൈസ് ചെയ്യണമെന്ന് പറയുന്നത് തന്നെ വലിയ സപ്പോർട്ടാണ്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമ്മുടെ കൾച്ചറിനെ ഇവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദാസേട്ടൻ എന്നൊരു ഗായകനെ പാടിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ റേഞ്ച് അറിയുന്ന കമ്പോസേഴ്സ് ആയിരുന്നു. ഏത് റേഞ്ച് കൊടുത്താൽ ദാസേട്ടൻ്റെ വോയിസിന് രവീന്ദ്ര മാഷിൻ്റെ ഒക്കെ പാട്ടിൽ ദാസേട്ടൻ്റെ ഇത്രയും ബേസ് വരെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനുണ്ടെന്നുള്ളത് കൂടുതൽ അറിയിപ്പിച്ചത് രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകൾ വന്നപ്പോഴല്ലേ. അപ്പം എന്ന് പറഞ്ഞ മാതിരി അന്നത്തെ ഓരോ കമ്പോസേഴ്സും ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അത് ആര് പാടുന്നു അവർക്കനുസരിച്ചുള്ള പാട്ടുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പാട്ടുണ്ടാക്കിയിട്ട് ആര് അവൈലബിൾ ആണോ അവരെ കൊണ്ട് പാടിപ്പിക്കുക എന്നുള്ള രീതി. തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ